ഹായ് ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സർപ്രൈസ് വീഡിയോ ആണ്. എന്തൊക്കെ സർപ്രൈസ് ആവുന്നു, ആരൊക്കെ സർപ്രൈസ് ആവുന്നു ഒന്നും പറയാൻ പറ്റില്ല. കാരണം അങ്ങനെയാണ്, ഒരു പ്ലാനും ഇല്ലാണ്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഇറങ്ങിയത്. അപ്പോൾ ഇപ്പോൾ ഒരാളെ നമ്മൾ ഞെട്ടിക്കാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് അയാൾ വന്നിട്ട് ബാക്കി ആരൊക്കെ നട്ടൊന്നും നമുക്ക് പറയാനാവില്ല. പക്ഷേ എന്താണ്, ഇവിടെ സാജു ഉണ്ട്. സാജു ഉള്ളതാണ് ഇതിൻ്റെ ധൈര്യം. സാജുവിനെ സർപ്രൈസിലെ കിങ് ആണ്. അപ്പോൾ ഇപ്പം നമ്മൾ ഹൈവേ കൂടെ ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എയർപോർട്ടിലേക്കാണ്. അപ്പം രാവിലെ 5 മണിക്കാണ് ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങുന്ന ആൾ വരിക. അപ്പോൾ ആളെ എടുത്തിട്ട് ഒരു സ്ഥലം വരെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഓരോരുത്തരെ ഇങ്ങനെ നെട്ടണം. ഓരോരുത്തർ നെട്ടുമെന്നൊക്കെ വിചാരിക്കാം നമുക്ക്. കാരണം ഒരു ഒപ്പില്ലാണ്ടല്ല പോകുന്നത്. അപ്പോൾ ആരൊക്കെ നെട്ടൊന്ന് പഠിച്ചാൽ എനിക്കറിയില്ല. ഇപ്പോൾ വേറെ ആർക്കും ക്ലൂ എടുത്തൊക്കെ ഒന്നും നമുക്കറിയില്ല കേട്ടോ. ഇതെന്തായാലും ഇപ്പോൾ ഞങ്ങൾ രണ്ടായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ബാക്കി വെയിറ്റ് ചെയ്യുക, ഫുള്ള് കാണാം, എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. എല്ലാവരും എൻജോയ്മെൻ്റ് ആയിരിക്കും ഫുള്ള്. ക്രെറ്റയിലാണ്, റിയാസ് റോഷിൻ്റെ ക്രെറ്റയിലാണ് നമ്മൾ പോകുന്നത്. അതൊരു സർപ്രൈസ് രാവിലെ അതിൻ്റെ കാണാം. അതെ അതെ, അതൊരു സർപ്രൈസാണ്. പിന്നെ ഒരു റെയിൽവേ സ്റ്റേഷനുണ്ട് ഗൈസ്. അപ്പോൾ ഫസ്റ്റ് സർപ്രൈസിനുള്ള ഒരാൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇത് നമ്മൾ ശരിക്കും ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞ പോലെ പ്ലാൻഡ് അല്ലാത്തതുകൊണ്ട്, നേരത്തെ പറഞ്ഞ പോലെ എന്താ പറയുക, ഒരാൾ പിക്ക് ചെയ്യണം എന്നാണ് ഫസ്റ്റ് പറഞ്ഞത്. പക്ഷെ ഇത് പിക്കിങ് അല്ല, ഇത് അതിൻ്റെ ഇടയ്ക്ക് വന്നൊരു എന്താ പറയുക, പെട്ടെന്ന് വന്ന ഒരാളാണ്. അപ്പോൾ ആള് വരുന്നുണ്ട്, നോക്കാം. ഫോണ് വിളിച്ചപ്പോൾ വേറെ ആളെ പേരെ പറഞ്ഞ്. പക്ഷെ കാണുമ്പോൾ എന്താ പറയുക എന്നൊക്കെ നോക്കാം. പഠിച്ചോരെ. അസ്സലാമലൈക്കും. എന്താ പാട്? നമസ്കാരം. ഇതാണ് നമ്മൾ ആദ്യത്തെ ആള്. ചേടാ എടാ പൊട്ട സാജു. ഇതാണ് നമ്മള് സഫാദ് മോൻ. ഈ ചങ്ങായുടെ പൊട്ട ഐഡിയ. ഇവിടെ ഇരിക്കണ്ടേ? ഓ നേരം ഇങ്ങോട്ടല്ല വന്നേ. ലോകം മൊത്തം അറിയണേ സഫാദ്. അറിയണോ? അതത്രേ ഉള്ളു. സിബിലിനെ കണ്ടില്ല? കോഴിക്കോട്ടേക്ക് വന്നില്ലല്ലോ. കോഴിക്കോടൊന്നും ഞങ്ങൾ എണ്ണിക്കില്ല, നമ്മോട് പറഞ്ഞിക്കില്ല കേട്ടോ. പക്ഷെ ഞങ്ങൾ ഇവന് കൊറേ ആയി കണ്ടിട്ട്. എത്ര ദിവസമായി? കൊറേ ആയി കണ്ടിട്ട്. ഇവിടെ വന്നവരെ കണ്ടപ്പോ പക്ഷേ എന്നാലും വീട് ഞാൻ ഇവിടെ വിളിച്ച് ഇങ്ങനെ അതിൽ കൂടെ പോയി സർപ്രൈസ് ചെയ്യാൻ വിചാരിച്ച. അങ്ങനെ ഇങ്ങോട്ടേക്ക് വന്നു. നിങ്ങളാണെങ്കിൽ ഷിബു എന്നല്ല പറഞ്ഞ. ഓനെ നമ്മളൊന്നും വിചാരിക്കൂല. ഷിബു എന്നാ പറഞ്ഞ. ഷിബു കാണില്ല, എന്നോടാണ് സ്നേഹം. ഷിബു ആണ്. എന്താ പറയാ, ഒന്നും അറിയില്ല. കിടിലാണ്. സാലിനെ കണ്ടതിൽ വളരെ സന്തോഷം. അങ്ങനെ അല്ലേ വ്ളോഗിലിടാവുന്ന അതിലേറെ സന്തോഷം. എന്തായാലും കേട്ടോ. എന്താ നോക്കുന്നത്? 10 റുപ്യ എടുത്താ പോരെ. പൈസ നോക്കാണ്. അതാണ് കണ്ടന്റ്. ഈ കണ്ടന്റ് വൻ വിഷയവും. ഈ കണ്ടന്റ് വൈറലാവും. അങ്ങനത്തെ കണ്ടന്റ് തന്നെ. എന്താ പറഞ്ഞേ? കൈസൊക്കെ ചെക്കൻ നമ്മൾ പറഞ്ഞേക്കാൻ പോവാം. ഓക്കെ ബൈ. നൈസ് ടു മീറ്റ് യു. അപ്പൊ ശരി, വരുവോ? കാണാൻ വരുവോ? എന്തായാലും വരാം. സഫാന് സ്നേഹാണ്. അതിലെ വീണു പോവാ. എന്താ പറയല്ലേ? വീണോടത്തുനിന്ന് വീഴ്ച പറയാ. കൊറേ വീഴുണ്ടല്ലോ. ഓഫീസുണ്ടോ?
എന്നാ പിന്നെ അങ്ങനെ ചെയ്യാം, കാണാം. ബൈ ബൈ. ഓക്കെ ബൈ. അപ്പോൾ സഫായിനെ കണ്ടിട്ട് ഇപ്പൊ എത്ര മാസമായി? 2-3 മാസമായി. 2 മാസമായി. ലാസ്റ്റ് കോഴിക്കോടിനുണ്ട്. പിന്നെ കണ്ടിട്ട് കാണണം എന്ന് പറഞ്ഞപ്പോ അവനെ കാണാൻ പോകുന്നു. അതന്നെ അടുത്ത എയർപോർട്ടിലെത്തി ഗൈസ്. അതായത് വണ്ടി നിൽക്കുന്ന റോഡുണ്ടല്ലോ, വണ്ടികൾ ഇപ്പൊ ഇങ്ങനെ സാധനം കയറ്റുന്നുണ്ടില്ലേ? അവിടെ ഒരാള് വെയിറ്റിംഗ് ആണ് ഗൈസ്. ഇതാ സലാമലൈക്കും. ഹായ്, സുഖല്ലേ? എങ്ങനെയുണ്ട്? നല്ല സുഖ. നമ്മളെന്താ ചെയ്യാനാ ഇപ്പത്താ? First surprise. എയർപോർട്ടിൽ നിന്ന് വരിക ഇതിനോട് വന്നാണോ? കുറച്ച് ആവശ്യമില്ല, ഇത് കൂടെ ആയിട്ട് വരാൻ ദിവസം ഇന്നലെ കിട്ടി. എനിക്കത് കാണാൻ ആരും കണ്ടിട്ടില്ല. നല്ല രസമായി. ഒരേ കോസ്റ്റ്യൂമല്ലേ ഏകദേശം? പിന്നെ നിന്നെ കണ്ടപ്പോ സ്വപ്നം കണ്ടോ? ഞാൻ ഇവിടെ ഒന്ന് അഭിനയിക്കുന്നു. എന്റെ അഭിനയിക്കുന്നുണ്ട്, ഇപ്രാവശ്യം പാളിയില്ലല്ലോ. അതറിയാലോ.
ഞാനിന്ന് രാവിലെ സർപ്രൈസ് ആയത് നിങ്ങളെ മാത്രമേ കണ്ടിട്ടുള്ളൂ ഞാന്. ട്രെയിനിലൊക്കെ യാത്ര ചെയ്തിട്ടുള്ള ഇവിടെ കരയാ. ഇത് കണ്ണെടുക്കോ. ഹായ് അച്ചു. ഐ കം വെയിറ്റ്. സാജോ ഉരിപ്പ് ഞെട്ടിയാ ഇപ്പൊ കിട്ടിയ സർപ്രൈസ് ആയിരിക്കും. ഓടാ കാര്യം പറയും.